പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ മക്കൾക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം 2 കൊരിന്ത്യർ 6 അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 2 കൊരിന്ത്യർ 6 അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരുടെ കലീശയ്ക്ക് ഒരു ലെറ്റർ എഴുതുന്ന വിഷയമാണ്. അവിടെ വെച്ച് നമ്മൾ 5 അധ്യായത്തിൽ കണ്ടത് കൊരിന്ത്യയുടെ കലീശയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി പരസ്പരം ഒരു ധാരണയിൽ കൂടെ പോകണമെന്നാണ് അവിടെ 5 അധ്യായത്തിൽ കണ്ടത്. നമ്മൾ 6 അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസികളുടെ അനുഗ്രഹം, ദൈവത്താൽ കിട്ടിയിരിക്കുന്ന അനുഗ്രഹം നമ്മൾ നാം പാപം ചെയ്ത് വെറുതെ നശിപ്പിച്ച് കളയല്ലേ എന്നുള്ള ഒരു പഠനമാണ് അവിടെ കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ സേവക്കായി ചെയ്ത്, അതായത് യഥാർത്ഥ ദൈവിക വേല ചെയ്ത് ജീവനെ ജീവിക്കുക എന്നുള്ളത്, യഥാർത്ഥമായി ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ അധ്യായം കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നത്. നമുക്ക് 6 അധ്യായത്തിലെ 1ഉം 2ഉം വാക്യത്തിൽ കാണുമ്പോൾ അനുഗ്രഹത്തിനെ വെറുതെ നശിപ്പിച്ച് കളയല്ലെന്നുള്ളതാണ് ഒരു ആഹ്വാനമാണ് അവിടെ ചെയ്യുന്നത്. നമ്മളെ ബോധവൽക്കരണം ചെയ്യുന്നത് യഹോവയുടെ അനുഗ്രഹം നമുക്ക് വളരെ ബുദ്ധിമുട്ടി കിട്ടുന്നതാണ്. യഹോവ നമുക്ക് തരുന്ന അനുഗ്രഹം നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവർത്തിക്ക് അനുയോജ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ വെറുതെ നശിപ്പിച്ച് കളയില്ല എന്നുള്ളതാണ് നമ്മളെ അവിടെ പറയപ്പെടുന്നത്. അതായത് അനുഗ്രഹം വെറും കേൾക്കുന്നവർക്ക് മാത്രമല്ല, നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതും കൂടിയാണ് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുക. ഇന്ന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഇല്ലായ്മയാക്കി കളയുക എന്നുള്ള നമ്മുടെ ചിന്താഗതി നമ്മൾ മാറ്റിവെക്കണം. അതാണ് ഇവിടെ പറയപ്പെടുന്നത്. യെശയ്യായുടെ പുസ്തകം നമുക്ക് 49 അധ്യായം 8 വാക്യത്തിൽ ഈ പ്രകാരമാണ് പറയുന്നത്. അതായത് രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി ഏത് സമയത്താണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സൗകര്യം കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രയോജനകരമായി തീരുന്നത് എന്നുള്ളത് അതിനെപ്പറ്റി നമുക്ക് നിശ്ചയമില്ല. പക്ഷേ നമ്മൾ അതിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. യഹോവ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വിട്ട് നമ്മളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുക ചെയ്തത്. ആ ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ സമയങ്ങളും നമ്മൾ എപ്പോൾ നമ്മൾക്ക് രക്ഷ പ്രാപിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് അവിടെ വെച്ച് നമുക്ക് വ്യക്തമല്ലെങ്കിൽ തന്നെ, ആ സമയം ദിവസവും നമുക്ക് വ്യക്തമല്ലെങ്കിൽ തന്നെ, മനുഷ്യനും യഹോവയും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയും ഒരു ഉടമ്പടിയും ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകല്ലെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ യഹോവ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. അപ്പോൾ എബ്രാനിയുടെ പുസ്തകം 3 അധ്യായം 15 വാക്യത്തിൽ പറയുന്ന ഇതാണ്: നീ എൻ്റെ വാക്കുകൾ കേൾക്കണം, ഞാൻ വിളിക്കുന്ന വിളികൾ നിങ്ങൾ കേൾക്കണം. എന്താ വെച്ചാൽ മിശ്രദേശത്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് യഹൂദന്മാർ ഇറങ്ങിപ്പോരുന്ന സമയത്ത് മൂശയും യഹോവയ്ക്കും എതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. എന്താ വെച്ചാൽ അവരൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു. അത് യഹോവയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഐഡൽ വർഷിപ്പായിരുന്നു. അതാണെന്ന് അവിടെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യഹോവ പറയുന്നത് ഞാൻ പറയുന്ന വാക്കുകൾ നീ കേൾക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ അതിന് ഒരുക്കപ്പെട്ടവരായിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ഐഡൽ വർഷിപ്പുകൾ നമ്മൾ യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തുടർച്ചയായിട്ട്. അതിനെയൊക്കെ നമ്മൾ നിർത്തലാക്കിയിട്ട് യഹോവയുടെ വചനത്തിനെ കേൾക്കുവാനും യഹോവ നമ്മളെ വിളിക്കുന്നു എന്ന് നമ്മൾ ചെവി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതുമാണെന്ന് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കട്ടെ. ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ പ്രായശ്ചിത്തം ചെയ്യണം. പക്ഷേ സമയങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട അനുഗ്രഹം കിട്ടിയില്ല. 3-ാം വാക്കിലും 4-ാം വചനത്തിലും നമ്മൾ കാണാൻ സാധിക്കുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്ന ദൈവിക വേലയ്ക്ക് കൊണ്ട് അതിനെ നശിപ്പിച്ചു കളയല്ല, ദൈവിക വേല മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യല്ല എന്നാണ്. നമ്മുടെ ദൈവിക വേല മറ്റുള്ളവർക്ക് ഒരു നശീകരണത്തിന് കാരണമായി മാറില്ല
ഇതാണ് യഹോവ നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരു സേവകൻ എന്ന് പറയുന്ന, അതായത് ഒരു അച്ഛനായിരുന്നാലും പാസ്റ്ററായിരുന്നാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഹാനികരമായ രീതിയിൽ ഒരു പ്രവർത്തനം അവരുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവിക സേവനത്തിന് ഇടയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ വാക്യത്തിൽ പറയപ്പെടുന്നത്. നമ്മളെല്ലാ പരിസ്ഥിതികളിലും, മോശമായ പരിസ്ഥിതിയായാലും എല്ലാം ആ ധൈര്യതയോടുകൂടി വിശ്വാസത്തോടുകൂടി യഹോവയെ വിശ്വസിക്കുന്നതും യേശുക്രിസ്തുവിനുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരായിത്തീരണം എന്നാണ് പറയപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, നിൻ്റെ മുഖം ഉജ്ജ്വലിച്ച് പ്രകാശമുള്ളതായിത്തീരണം. എന്തുകൊണ്ടെന്നാൽ ആ പ്രകാശത്തിൽ കൂടെ തന്നെ നിൻ്റെ ജീവിതത്തിനെ മറ്റുള്ളവർ കാണുകയും കണ്ടു കഴിഞ്ഞിട്ട് അതനുസരിച്ച് യഹോവ തേജസ് വരുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ട് നമ്മളെ യഹോവയെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ അവർ മഹത്വപ്പെടുത്തുവാനായിട്ട് യോഗ്യരായിത്തീരണം എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നത്, മറ്റുള്ളവർക്ക് ദോഷകരമായ രീതിയിൽ, അവർക്ക് ദോഷം വരുന്ന രീതിയിൽ നമ്മൾ ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ പാടില്ല. പലരും പല തെറ്റുകളും ചെയ്യും. പക്ഷേ ആ തെറ്റുകൾക്കൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ദൂരം മാറി നിന്നുകൊണ്ട് നമ്മൾ യഹോവയെ മഹത്വപ്പെടുത്തുകയും പ്രശംസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. 5-ാം വാക്കിൽ എന്താണ് പറയുന്നത്? കഷ്ടവും സഹനശീലത്തെയും നമ്മളിലുണ്ടാകണം. നമ്മൾ യേശുക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ നമുക്ക് അടിയും കൊള്ളും, നമ്മൾ ജയിലിലിടും, നമ്മൾ മറ്റുള്ള ഉഗ്രവാദികളിൽ നിന്ന് അടി കൊള്ളുകയും അവരിൽ നിന്ന് വേദനപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പക്ഷേ യഥാർത്ഥ ദൈവവേല എന്ന് പറയുന്നത് പ്രയാസത്തിൻ്റെയും കഠിന യാത്രയുടെയും ഒരു കൂമ്പാരമാണ്. അതിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ശാരീരികവും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ കണ്ടമാനം അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അത് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 27 വരെയുള്ള വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ ദൈവിക വേലയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്തുമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി അദ്ദേഹം അവിടെ വെച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കഷ്ടപ്പാടും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതിനെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ സേവകനായി മാറിക്കൊണ്ട് നമ്മൾ വേണം ഈ ഭൂമിയിൽ പ്രവർത്തിക്കേണ്ടത്. അപ്പം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 23 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ജയിലിലായിരുന്നാലും അവിടെ ചെന്നിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം എന്നാണ് അവിടെ പറയപ്പെടുന്നത്. എന്താ വെച്ചാൽ നമുക്കറിയാം, പൗലോസും സിലാസും ഉണ്ടല്ലോ, അവരെ ഫിലിപ്പിയോയിൽ നിന്ന് അവരെ ദോഷമുക്തരാക്കി അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ പിടിച്ച് ഇട്ടതിന് ശേഷം അവരെ അടിക്കുകയും പിടിക്കുകയും അവരെ വളരെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെയുള്ള അവസ്ഥയിൽ അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ഇവിടെ നമ്മൾ നിരാശകരായി തീരുന്ന അവസ്ഥയിലും നമ്മൾ ശിലാസിനെ പോലും അല്ലെങ്കിൽ നമ്മുടെ പൗലോസ് അപ്പോസ്തലനെ പോലും നിരാശരായി ജീവിക്കുന്ന സമയത്തും അവരവിടെ ജയിലിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്ക് പാടുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ ആയി മറിയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഈവൻ ജയിലിലുള്ള മറ്റുള്ള പാപികളായിട്ടുള്ള ജയിലിൽ അടയ്ക്കപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, അവരും ഇതിൽ പ്രാപിക്കുക ചെയ്തത്. 6-ാമത്തെ 7-ാമത്തെ പദത്തിൽ നമ്മൾ കാണുന്ന ഇതാണ്, സേവകൻ്റെ ക്യാരക്ടർ എന്തായിരിക്കണം? പവിത്രതയും ജ്ഞാനവും പേഷ്യൻസും സ്നേഹവും സത്യത്തിൻ്റെ വചനവുമായിരിക്കണമെന്നാണ് അവിടെ പറയപ്പെടുന്നത്. അവിടെ നമ്മുടെ എല്ലാ ക്യാരക്ടറും നമ്മളുണ്ടായിരിക്കണം. നമ്മുടെ സേവകൻ്റെ ഹൃദയത്തിൽ അവന് സകലമായ ക്യാരക്ടറും അവന് ഈ 9 നമ്മുടെ ഫലങ്ങളുണ്ട്, അതെല്ലാം ഉണ്ടായിരിക്കണമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പവിത്രതയിൽ നമ്മൾ ജീവിക്കുകയും യഥാർത്ഥമായ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഗലാത്യയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 22-23 കാണുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. ഈ ആത്മാവിൻ്റെ ഫലം നമ്മുടെ 9 ഫലങ്ങൾ നമുക്കുണ്ട്. ഈ ആത്മാവിൻ്റെ 9 ഫലങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, ആനന്ദം, ശാന്തി, ധൈര്യത, ദയ,
പരോപകാരം, വിശ്വാസ യോഗ്യതയായിരിക്കുക, അതുപോലെ താഴ്മ, അതുപോലെ ഒരു പേഷ്യൻസ് ഉള്ളവരായി തീരണം. ഇങ്ങനെ 9 ഫലങ്ങൾ ആത്മാവിൻ്റെ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. എഫീസ്യോസിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 14-17 വരെ വായിക്കുമ്പോൾ ആത്മീയ ആയുധങ്ങൾ നമ്മൾക്കുണ്ടായിരിക്കണം. ആത്മീയ ആയുധങ്ങൾ എന്താണ് നമ്മൾ ഉണ്ടാകേണ്ടത്? ആത്മീയ ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. വിശ്വാസത്തിൻ്റെയും അതുപോലെ പിശാചിക ശക്തികളോട് നമുക്ക് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിലും റൈച്ചസ്നെസ്സിലും ശാന്തിയിലും വിശ്വാസത്തിലും രക്ഷ പ്രാപിക്കുന്നതിലും വചനത്തിൻ്റെ അനുരൂപമായിട്ട് നമ്മൾ എല്ലാം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും അതിനെ കെട്ടിവെച്ച് നമ്മൾ കംപ്ലീറ്റ് ആയുധങ്ങൾ കൊണ്ട് നമ്മൾ എല്ലാ ആത്മാവിൻ്റെ ഫലങ്ങളും നമ്മുടെ ദേഹത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പിശാചി ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മനസ്സിലാകേണ്ടത്, ഏതെങ്കിലും വ്യക്തി കഠിന പരിസ്ഥിതിയിൽ സ്നേഹത്തിലും സത്യത്തിലും അവർ ജീവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ യഥാർത്ഥ സേവകനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 8-ാം നമ്പർ വചനത്തിലും 9-ാം നമ്പർ വചനത്തിലും നമുക്ക് കാണുന്നത് അവന് മറ്റുള്ളവരെ റെസ്പെക്റ്റ് മേടിക്കുകയും അവരെ വിരോധം കാണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ ആദരിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയിൽ നമ്മളെ പലരും ഉണ്ടല്ലോ, നമ്മളെ കുറ്റങ്ങൾ ചുമത്തുന്ന ഈ അവസ്ഥയിലും നമ്മൾ നല്ലവനായി ജീവിക്കുവാൻ നമ്മുടെ ആവശ്യമാണ്. ഈ ലോകത്ത് യഹോവയിൽ ജീവിക്കുന്നവർ നമ്മൾ തെറ്റായ രീതിയിൽ നമ്മൾ ജീവിക്കാതെ നമ്മളെ അപമാനിക്കുന്നവരുടെ ഇടയ്ക്ക് നമ്മൾ ആത്മാവിൻ്റെ എല്ലാ ക്യാരക്ടറും നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് വേണം ജീവിക്കേണ്ടത് എന്ന് ഈ സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമ്മളെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യോഹന്നായുടെ പുസ്തകം 15-ാം അധ്യായം 18-20 പറയുന്നത് എന്താണ്? ഈ ഭൂമിയിലുള്ളവരെല്ലാവരും നമ്മളോട് വെറുത്താലും നമ്മൾ ആത്മാവിൻ്റെ എല്ലാ ക്യാരക്ടറും നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. 1 പത്രോസ് 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? നമ്മുടെ നല്ല കാര്യങ്ങൾ കണ്ട് മറ്റുള്ളവർ നമ്മളെ പോഴ്ത്തുകയും നമ്മൾ എത്ര മോശമായിരുന്നാലും ശരി നല്ല ക്യാരക്ടർ കാണുമ്പോൾ അവർ നിശ്ചയമായിട്ടും അവരും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റും ശരിയും നമുക്ക് മനസ്സിലാകണം. അവസാനം അങ്ങനെയുള്ളവർ മാത്രമേ അവസാനം ഒരു സത്യം പ്രകടിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. 10-ാമത്തെ നമ്പർ വചനത്തിൽ എന്താണ് പറയുന്നത്? വിരോധാഭാസമായിട്ടുള്ള ജീവിതം നമ്മൾ നമ്മുടെ ജീവിതം ആയിത്തീരില്ല. എന്താ വെച്ചാൽ ദുഃഖത്തിലും നമ്മുടെ ആനന്ദത്തിലും നമ്മൾ പൂർണ്ണമായി നശിച്ചു കിടക്കുന്ന അവസ്ഥയിലും നമ്മൾ ദൈവത്തെ വിടാതെ ദൈവത്തിൽ നമ്മൾ സന്തോഷവാനായിട്ട് ദൈവത്തെ നമ്മൾ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിത്തീരണം എന്നാണ് പറയുന്നത്. യഹോശു മശീഹയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും വിരോധാഭാസമായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡെഡ് ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന ഒരു അതായിരുന്നു. ദുഃഖമുണ്ടെങ്കിൽ വെളിയിൽ ദുഃഖമാണെങ്കിൽ ആന്തരികമായിട്ട് ആനന്ദമായിരുന്നു. ഭൗതികപരമായിട്ട് ദരിദ്രതയായിരുന്നെങ്കിൽ ആന്തരികപരമായിട്ട് ആത്മീയ ധനത്തിൽ കൂടെ മെച്ചപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. ഫിലിപ്പിയോസിൻ്റെ 4-ാം അധ്യായം 11-13 വരെ നമ്മൾ നോക്കുമ്പോൾ ഏത് പരിസ്ഥിതിയിൽ ജീവിച്ചാലും ശരി നമ്മൾ ആത്മീയപരമായിട്ട് മെച്ചപ്പെട്ട് നിൽക്കണമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അങ്ങനെയുള്ളവർ ധന്യരാണ്. എന്താ വെച്ചാൽ ആത്മാവിൽ പാവപ്പെട്ടവരാണെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ എപ്പോഴും ധനികരാണ് എന്നാണ് നമ്മളെ അവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അങ്ങനെ ഒരു സ്വർഗീയ ജീവിതം ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് എപ്പോഴും ബ്ലെസ്സിങ്സും ആശീഷങ്ങളും നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മുടെ സമ്പാദ്യമായിട്ട് നമ്മുടെ കൂടെ നടക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മളെപ്പോഴും ആശീഷത്തിൻ്റെ ഒരു അംബാസഡറായിട്ടാണ് നമ്മളെ യേശു ക്രിസ്തു മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ യഹോവയുടെ അനുഗ്രഹത്തിനെ നമ്മൾ വെറുതെ കളയാതെ നമ്മൾ പഠിക്കേണ്ട ഇതാണ്. യഹോവയുടെ അനുഗ്രഹത്തിനെ നമ്മൾ വെറുതെ കളയല്ല. നമ്മുടെ ജീവിതം ഉണ്ടല്ലോ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിലായിത്തീരല്ല. കഠിനമായ പരിസ്ഥിതിയിൽ നമ്മൾ വിശ്വാസത്തിൽ മുഴുകി നിൽക്കണം, ദൈവത്തിൽ ചേർന്ന് നിൽക്കണം. നമ്മുടെ ദൈവിക വേല വളരെ പവിത്രമായിരിക്കണം. സ്നേഹത്തിലും സത്യത്തിലും നമ്മൾ ജീവിക്കേണ്ടത്. ഈ ലൗകിക ജീവിതത്തിൽ നമ്മളെപ്പോഴും വിരോധാഭാസം ഉണ്ടായിരിക്കും. പക്ഷേ യഹോവ സത്യം അതിനെ അറിയുന്നവരായിരിക്കും. നമ്മളെങ്ങനെ പ്രയാസപ്പെട്ട് ജീവിച്ചാലും യഹോവയ്ക്കറിയാൻ നമ്മളെ സത്യത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ
ജീവിതത്തിൽ വെളിയിൽ നിന്ന് വളരെ ദുഃഖങ്ങളായിരുന്നു, പക്ഷേ ആന്തരികമായിട്ട് യഹോവയുടെ ആനന്ദമായിരുന്നു അദ്ദേഹത്തിന്. രണ്ടും കൂടെ ഒന്നിച്ചാണ് പൊക്കോട്ടിരുന്നത്. നമ്മൾ ഈ ചെറിയ ഇതൊക്കെ ഒരു കഥ കേൾക്കുമ്പോൾ, ഒരു ഗ്രാമത്തിൽ ഒരു സേവകനുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിനെ കള്ളനെന്നും പാവപ്പെട്ടവനെന്നും എന്ന് പലരും പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ അതുപോലെ സേവനത്തിൻ്റെയും അദ്ദേഹത്തിന് കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ പലരും ആ ഗ്രാമത്തിലുള്ളവർ അവർക്ക് സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ തെറ്റായിട്ട് മനസ്സിലാക്കിപ്പോയി, അത് ഞങ്ങൾ തെറ്റായിപ്പോയി എന്ന്. അപ്പോൾ നമ്മുടെ പേഷ്യൻസ് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ധൈര്യതയോടുകൂടിയാണ് നമുക്കത് കിട്ടുന്നത്. അത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള ഈ ജീവിതയാത്രയിൽ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ എല്ലാ 9 ഫലങ്ങളും നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഈ കലീശയിലും നമ്മുടെ ഈ കുടുംബത്തിലും നമ്മുടെ വീടുകളിലും നമ്മുടെ കൂട്ടുകാരിലും നമുക്ക് കേൾക്കുന്ന ആൾക്കാരും ഈ ദേശത്തിലും അന്യദേശത്തിലുമുള്ള എല്ലാവർക്കും അത് പ്രയോജനകരമായി തീരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മളെല്ലാം ഉത്സാഹിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ആത്മാവിൻ്റെ ഫലത്തോടുകൂടി നമ്മളെല്ലാവരും ഉണ്ടല്ലോ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവരായിത്തീരണം. നമ്മൾ എത്ര വിരോധാഭാസമായ പരിസ്ഥിതി ആയിരുന്നാലും നമ്മൾ ഒരിക്കലും നമ്മുടെ ആത്മാവിൻ്റെ ഫലം നഷ്ടപ്പെടുത്തി കളയല്ല എന്ന പ്രാർത്ഥനയിൽ നമ്മളിതെല്ലാം ഓർക്കുകയും അതിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആത്മാവിൻ്റെ ഫലങ്ങളും ഈ പറയുന്ന നമ്മളിന്ന് പഠിച്ചതും അധ്യയനം ചെയ്തതും എല്ലാം നമ്മുടെ ജീവിതത്തിന് പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകൾ. ഗോഡ് ബ്ലെസ് ടു ഓൾ.